ജസ്റ്റ് ബാങ്ക് ബാലൻസ് കാണിക്കാൻ പറ്റുമോ? ബാലൻസ് ഒരുപാട് പൂജ്യമുണ്ടല്ലോ. ഒരുപാട് പൂജ്യമുണ്ട്. പിന്നെ വാട്സപ്പ് ചാനലിൽ ഫാസ്റ്റസ്റ്റ് 1 മില്യൺ എനിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1 മന്ത് കൊണ്ട് അങ്ങനെ 1 മില്യൺ അടിച്ചത്. ആ ടൈം ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ബാക്കിയെല്ലാം, അതായത് സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, ആക്ടേഴ്സൊക്കെ, അവർക്കാർക്കും 200K ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് 1 മില്യൺ. എനിക്കൊരു 200K 220K ഫോളോസ് ആകുന്നവരെ ഞാൻ ഫോണിൽ തന്നെ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്തത്. ട്രൈസ്പാർക്ക് മീഡിയയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടെക് ലോകത്തെ സൈബർ ചാത്തനാണ്. ഹായ്. എന്താണ് ബ്രോ സൈബർ ചാത്തൻ എന്ന പേരിടാനായിട്ടുള്ള കാര്യം? ഞാൻ ആക്ച്വലി ആദ്യം യൂട്യൂബ് ചാനലാണ് തുടങ്ങിയത്. അപ്പോൾ ആ ടൈം ഒരു ഹാക്കിംഗ് വീഡിയോസൊക്കെ ഇടാനാണ് പ്ലാന്. അപ്പോൾ 2-3 വീഡിയോസ് ഇട്ടു, സ്ട്രൈക്ക് കിട്ടി, അങ്ങനെ പോയി. ആ ടൈമാണ് ഒരു ഹാക്കിംഗ് ആയതുകൊണ്ട് സൈബർ ഇട്ടു, ഒരു മലയാളം ടച്ചോട് വേണ്ടുകൊണ്ട് ചാച്ചൻ എന്നുള്ള പേര് കൂടെ എടുത്ത് സൈബർ ചാത്തൻ. എന്താണ് ഒറിജിനൽ നെയിം എന്താണ്? എൻ്റെ പേര് വൈഷ്ണു എന്നാണ്. വൈഷ്ണു. എങ്ങനെ ഈ ഒരു ഫീൽഡിലോട്ട് എത്തിയെന്ന് വെച്ചാൽ ഞാൻ +2 കഴിഞ്ഞ സമയത്താണ്, +2 തുടങ്ങി ആ ടൈമാണ് ഇത് ടെക് വീഡിയോസ് കാണുന്നത് ഫോണിൽ. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ എൻ്റെ ഫോണിലെ സെറ്റിങ്സൊക്കെ എല്ലാം പഠിച്ചു, എന്തൊക്കെയുള്ള ഓരോ ഫീച്ചേഴ്സ് ഉണ്ടാവില്ലേ, അങ്ങനെ പിന്നെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്. ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആകണം എന്നൊരു അവരെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല അവരെ പോലെ ആവണം. അപ്പോൾ നമുക്ക് പറ്റും ട്രൈ ചെയ്ത് നോക്കാൻ തുടങ്ങി. അങ്ങനെ ആ ടൈം ക്യാമറ വെച്ചിട്ടല്ല, ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് മാത്രം എടുത്തിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എത്രാമത്തെ വയസ്സിലായിരുന്നു ഇതിലേക്ക് വരുന്നത്? അതൊരു 17-18 വയസ്സിലായിരിക്കും. 17 വയസ്സിലാവും. എന്ത് ടെക് കണ്ടന്റ് ആണ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്തത്? ടെക് തന്നെയാണ് കൂടുതലായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിലോട്ട് വരാൻ നേരത്ത് ആരായിരുന്നു നമുക്ക് ഇൻഫ്ലുവൻസ് ആയത്? ആ ടൈം ഞാൻ കണ്ടത് എനിക്കൊന്ന് രതീഷ് ശർമ്മേനോൻ്റെ വീഡിയോസ് ആയിരുന്നു. ആ ഒരു ടൈമിൽ അവരൊക്കെ ആയിരുന്നു. കാരണം അങ്ങനെ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു ആ ടൈം നമുക്ക് അറിയില്ല ഇതിലെങ്ങനെ വീഡിയോസ് ഇടാന്ന്. നമ്മൾ മറ്റുള്ള വീഡിയോസ് കാണുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ വീഡിയോസ് കണ്ട സമയത്താണ് അവർ പറയുന്ന പോലെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ നമുക്ക് നമ്മുടേതായിട്ട് ഒരു ഐഡിയ കിട്ടി, ആ രീതിയിൽ പറയാൻ തുടങ്ങി. ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നൊരു സമയത്ത് എന്തെങ്കിലും സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു അതിൻ്റെ ആ ഒരു തുടക്ക സ്റ്റേജിൽ? അതറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതെന്തായാലും ഞാൻ തുടങ്ങുന്ന സമയത്ത് വെച്ചാൽ ആ +1 ആ ടൈമല്ലേ, എനിക്ക് സ്വന്തമായിട്ട് ഫോണൊന്നുമില്ല. അപ്പം വേറെ ആരെങ്കിലും ഫോണൊക്കെ വാങ്ങിയിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യൽ. അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഫോൺ, മാമിൻ്റെ ഒക്കെ ഫോൺ വാങ്ങിയിട്ട് അതിലെ ക്യാമറയിൽ വീഡിയോസ് എടുക്കും. ആ ടൈം അറിയില്ല, എന്താ ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി ഉണ്ടാവുക, അതിൽ വീഡിയോസ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ച് പൈസ സെറ്റാക്കി വെച്ചിട്ട് 2000 രൂപയ്ക്ക് ഒരു ഫോൺ വാങ്ങി, മൈക്രോമാക്സിൻ്റെ ഒരു നോർമൽ ഫോൺ. അതിൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ക്യാമറ ക്വാളിറ്റി ഉണ്ടാവില്ല. 3 MB അങ്ങനത്തെ ക്യാമറ ക്വാളിറ്റി ഉള്ളൂ. അതിലപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി, വോയിസ് ഓവർ കൊടുത്തു. പാരൻസ് സപ്പോർട്ടായിരുന്നു ആ സമയത്ത്? എങ്ങനെ? അവർ പഠിക്കുന്ന ടൈം ആയിരുന്നല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് പാരൻസ് സപ്പോർട്ടായിരുന്നു? സപ്പോർട്ട് അങ്ങനെ എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല ആരും, അത് കുഴപ്പമുണ്ടായിട്ടില്ല. ആ ഒരു തുടക്ക സമയത്ത് ഗാഡ്ജറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടാനും അല്ലെങ്കിൽ അതൊക്കെ വാങ്ങിക്കാനുള്ള ഫണ്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പാരൻസ് സപ്പോർട്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഞാൻ വേറെ ചോദിച്ചില്ല, ഫണ്ടിന് വേണ്ടൊന്നും ചോദിച്ചില്ല. ആ ടൈം എനിക്ക് ഇഷ്യൂ വന്ന് മൈക്കായിരുന്നു. കാരണം പറയാൻ എന്തായാലും വോയിസ് ഫുള്ള് ക്ലിയർ ഉണ്ടാവില്ല. കുറേ കമൻറ്റ് ഉണ്ട്, നെഗറ്റീവ് കമൻറ്റൊക്കെ. അത് മൈക്ക് ക്വാളിറ്റി നെഗറ്റീവായിട്ടില്ല, മൈക്ക് വോയിസ് ക്ലിയർ അല്ല പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ സെറ്റാക്കിയിട്ടാണ് ആദ്യം ഒരു ബോയുടെ M1 എന്ന് പറഞ്ഞ മൈക്ക് വാങ്ങിയത്. ഓക്കെ. അപ്പോൾ ആ ടൈം ഫോൺ തന്നെ എടുത്തിയാൽ, പക്ഷേ ഫോണിൽ സ്പേസ് ഉണ്ടാവില്ല, 512 MB റാം. അപ്പം യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ ഫുള്ളാവും, സ്പേസ് ഉണ്ടാവില്ല. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൈൻ മാസ്റ്റർ ആക്കണം. ആ ടൈം എന്ത് ചെയ്യും, കൈൻ മാസ്റ്റർ ആക്കുന്ന സമയത്ത് യൂട്യൂബ് ഡിസേബിൾ ചെയ്ത് വെക്കും. ഓക്കെ. അപ്പോൾ അപ്ഡേറ്റ് പോകുമല്ലോ, എന്നിട്ട് അതിൽ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ കൈൻ മാസ്റ്റർ പോകും. അങ്ങനെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അതും ഫ്രീ വൈഫൈ. അങ്ങനെ എപ്പോഴാണ് ഇതൊരു ഫുൾ ടൈം ഇതൊരു ജോലിയായിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം യൂട്യൂബർ ആകണം എന്നുള്ളൊരു തോന്നൽ വന്നത്? അല്ല, ആ ഒരു ടൈം ജസ്റ്റ് ഒരു പാഷൻ ആയി തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തു. ഒരു 1 year 2 year കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഒരു ബോറടിച്ചു. ആ ടൈം മൈൻഡിലുണ്ട് നല്ലൊരു ഫോൺ വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ക്യാമറ വാങ്ങിയിട്ട് വീഡിയോ എടുക്കണമെന്ന്. പിന്നെ ഒരു ഫോൺ തന്നെ വാങ്ങി, ഒരു 10,000 രൂപയുടെ ഒരു ഫോൺ വാങ്ങി. അപ്പോൾ അതിൽ വീഡിയോ എടുക്കാൻ തുടങ്ങി. അതും കുറച്ചാലേ കഴിഞ്ഞിട്ടുള്ളൂ, കാരണം കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു മടി വരും. അങ്ങനെ അതും എല്ലാം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വേറെ വർക്കിനൊക്കെ പോയി തുടങ്ങി. ഞാൻ +2 കഴിഞ്ഞിട്ട് പിന്നെ CCTVയുടെ കോഴ്സ് എടുത്തിട്ട് അത് പഠിച്ച് അതിൻ്റെ പണിക്ക് പോയിന്. ഒരു 1 year 2 year അതിനെ പോയി. അത് കഴിഞ്ഞ സമയത്താണ് കൊറോണയൊക്കെ വന്നത്. ഓക്കെ. അത് കഴിഞ്ഞ ശേഷം പിന്നെ ടെലികോമിൽ വർക്ക് ചെയ്യുന്നത്, ജിയോയിൽ സ്റ്റാഫായിട്ട് ഒരു 1 year ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നത്. കാരണം ഞാൻ അതുവരെ യൂട്യൂബ് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ, കാരണം ഇൻസ്റ്റയിൽ നിന്ന് നമുക്ക് പൈസ കിട്ടില്ല, യൂട്യൂബിൽ നിന്ന് നമുക്ക് പൈസ കിട്ടും. അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അതായത് ഇൻസ്റ്റ ബോണസ് എന്ന് പറഞ്ഞാൽ. അത് എനിക്കൊന്നും പലർക്കും വന്നില്ല, കേരളത്തിൽ കുറച്ച് ആൾക്കേ വന്നിട്ടുള്ളൂ തോന്നുന്നു. പക്ഷേ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കി ഈ ബോണസ് എന്താണെന്നുള്ളത്. ആരും വീഡിയോ കണ്ടിട്ടില്ല. സാധാരണ ഷിരോപ്പി അബ്രഹാം അവരൊക്കെ ഇതിൻ്റെ വീഡിയോ ചെയ്യാറുണ്ട്. ഞാൻ ആ ടൈം ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഒരു മാസം വീഡിയോ ചെയ്തു, കുഴപ്പമില്ലാത്തൊരു ഏണിങ്സ് കിട്ടി. വലിയൊരു എമൗണ്ട് അല്ല, ഒരു മാസം 2000 3000 ആ രീതിയിൽ. ആ ടൈം ഓക്കെ, കുഴപ്പമില്ല.
അപ്പോൾ എനിക്ക് തോന്നി ഞാൻ മെനക്കെട്ടാൽ പൈസ കിട്ടും, ഒരു 5-6 വീഡിയോ ഇട്ട് അത്ര ഇട്ടെങ്കിൽ മെനക്കെട്ടാൽ പൈസ കിട്ടും തോന്നി. ഞാൻ നെക്സ്റ്റ് മന്ത് തന്നെ റിസൈൻ ചെയ്തു, ജോബ് റിസൈൻ ചെയ്തു. ആ ടൈം അവർ പറഞ്ഞു റിസൈൻ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞാണ്. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിസൈൻ ചെയ്ത് ഒഴിവാക്കിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ഫോക്കസ് ചെയ്തു. ഇതും സെയിം തന്നെ, ഒരു 4-5 മാസം ഫോക്കസ് ചെയ്ത് അതിൽ പോയി. ആ ഒരു ടൈമിലാണ് ഇതൊരു പാഷനാണ്, എൻ്റെ ഒരു പാഷനാണ് ഇതൊന്നും. ആ ടൈം എന്തിനാണെന്ന് വെച്ചാൽ ടെലികോം വേറെ അണ്ടറിൽ പണിയെടുക്കുന്ന എന്തായാലും പ്രഷറൊക്കെ ഉണ്ടാവില്ലേ, ഒരു റിലാക്സേഷൻ കിട്ടി. അതിന് വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് തോന്നുന്നു വീഡിയോ എടുക്കുക, ആ ഒരു വൈബിലേക്ക് വന്നു. അപ്പോൾ ഇത് കൊണ്ടു നടക്കാൻ തോന്നി. പിന്നെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ആ 2000 പോയിട്ടുള്ളത് 10,000 ഒക്കെ ആകാൻ തുടങ്ങി ഏണിങ്സ്. അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ട് നോക്കുമ്പോഴാണ് അതായിട്ട് പ്രൊമോഷൻ കിട്ടിയത്. ഒരു ടെലിഗ്രാം ചാനലാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ബാക്കി ടെക്കീസുമായിട്ട് കോൺടാക്ട് കിട്ടി. അപ്പോൾ അവർ ത്രൂ ആണ് അറിയുന്നത് ഒരു പ്രൊമോഷൻ ഇത്ര എമൗണ്ടൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ മെൻറ്റർ ചെയ്ത ആളാരായിരുന്നു? അപ്പോൾ സിംപ്ലിഫൈഡ് ഗോ എന്ന് പറയുന്ന ചങ്ങായിട്ടുണ്ട്, ഇപ്പോഴും കോൺടാക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണ് ആദ്യം എനിക്ക് മെസ്സേജ് അയച്ചത്. ഞാൻ അങ്ങോട്ടാണോ എനിക്ക് ഓർമ്മയില്ല. പുള്ളിക്കാരൻ എടാ ഇത്ര എമൗണ്ടൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോഴാണ് അറിയുന്നത് ഓ ഇങ്ങനെ വാങ്ങാൻ പറ്റും. അത് നമുക്ക് ഏഡ് മാത്രമല്ല എല്ലാത്തിനും നമുക്കിങ്ങനെ പൈസ കിട്ടുന്ന കാര്യം. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു പ്രൊമോഷൻ വന്നപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സിൽ വിചാരിച്ച എമൗണ്ട് ചെറിയ എമൗണ്ട് ആയിരുന്നു. പുള്ളിക്കാരൻ ഇത്ര പറഞ്ഞു അത് വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ആ ടൈം ഒരു മാസം ഞാൻ സാലറി കിട്ടുന്ന പൈസ ഒരു വീഡിയോന്. അപ്പോൾ കുഴപ്പമില്ല, മന്ത്ലി ഒരു 2 വീഡിയോ കിട്ടി അല്ലേ, ഒരു വീഡിയോ കിട്ടിയാൽ മതി, കുഴപ്പമില്ല. കാരണം വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല, വേറെ രണ്ടിൽ പണിയെടുക്കുന്നില്ല. ആ വഴിയിൽ അങ്ങ് നിൽക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഒന്ന് സെറ്റായത്. പിന്നെ ഈ ബോണസിൻ്റെ ഓപ്ഷൻ ആ ഒരു 2-3 എനിക്കൊരു 1 ഇയർ ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ, നല്ല സ്റ്റോപ്പായിന്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സെറ്റാൻ തുടങ്ങി. പിന്നെ എന്നാൽ വീഡിയോ ക്വാളിറ്റി ആയിരുന്നു. അത് പിന്നെ ആ വർക്കിന് പോയല്ലോ. ആ ടൈമിൽ ഫോൺ വാങ്ങിയിട്ട് ഫോണിൽ വീഡിയോ എടുക്കാൻ തുടങ്ങി. എനിക്കൊരു 200K 220K ഫോളോസ് ആകുന്നവരെ ഞാൻ ഫോണിൽ തന്നെ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ മൈക്ക് ഞാൻ വാങ്ങിയിട്ടില്ല, കൊളാബ് കിട്ടിയ ഹോളിലാൻഡിൻ്റെ ആ ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയാണ് കൊളാബായിട്ട്. ആ മൈക്കാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതുവരെ ബോയ് M1 തന്നെ. എനിക്കൊന്ന് ഫസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന മൈക്കാൻ തോന്നുന്നു. വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിൽ ഒരു 3 മില്യൻ്റെ ഒരു റെക്കോർഡ് ഉണ്ടല്ലോ, അതെ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് ആക്ച്വലി വാട്സപ്പ് തുടങ്ങിയ സമയത്ത് വെച്ചാൽ ഈ ചാനലിൻ്റെ ഓപ്ഷൻ ആർക്കും വന്നിട്ടില്ല. അത് വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആർക്കും വന്നിട്ടില്ല, ചാനൽ വന്നിന്. കുറച്ച് പേർക്ക് മാത്രമേ ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളൂ. അതിൽ എനിക്കും കിട്ടിയിരുന്നു. അതിൻ്റെ കാരണം മെറ്റ എനിക്ക് ഡയറക്റ്റായിട്ട് കോൾ ചെയ്തിരുന്നു. അതായത് മെറ്റയിലെ ടീം, ചെന്നൈയിലെ ടീം. അപ്പോൾ അവരാണ് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് വാട്സപ്പ് ചാനലിൽ പുതിയ ഫീച്ചർ വരുന്നുണ്ട്. അതിനു മുന്നേ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഈ വാട്സപ്പിനെ പറ്റിയിട്ടും. ഓരോ ഫീച്ചേഴ്സ് നമ്മൾ ടെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അത് കണ്ടിട്ടാണ് തോന്നുന്നു അവരെന്നെ വിളിച്ചത്. മെയിൽ അയച്ചു, അതിനുശേഷം നമ്പർ തന്നു, കോൾ ചെയ്തു. ആ ടൈം ഫേക്കാണ് എഴുതിയത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാം ചാനലിൽ. അങ്ങനെ ചെയ്തപ്പോഴാണ് വെരിഫിക്കേഷൻ ടിക്ക് അടക്കം അവർ അക്കൗണ്ടിന് സെറ്റാക്കി തന്നത്. പിന്നെ ഞാൻ ചാനൽ അങ്ങ് നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടു. 2-3 ദിവസം കഴിയുമ്പം ഫോളോസ് കയറാൻ തുടങ്ങി, ഒരു 10K ഒക്കെ ആയി. അപ്പോൾ പിന്നെ വേറൊരു ഫോണിൽ നോക്കുമ്പോഴാണ് എൻ്റെ ചാനൽ റെക്കമെൻഡ് വരുന്നത്. അപ്പോൾ മനസ്സിലായി അത്യാവശ്യം നല്ല, ആർക്കും ചാനലില്ലല്ലോ ആ ടൈം. അപ്പോൾ റീച്ച് ആവാൻ തുടങ്ങി. പിന്നെ ടെക് പോസ്റ്റ് ഒക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ പോയി ഇപ്പം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ ചാനൽ ചെയ്യുന്നു. ഇപ്പോൾ 2 റെക്കോർഡ്സ് ചാത്തൻ്റെ പേരിലുണ്ട്. ഒന്ന് വ്യൂസിൻ്റെ, അതുപോലെ ചാനലിൻ്റെ. അത് എത്രയാണെന്ന് പറയുന്നത്? അതായത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു 95 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ ആ ടൈം. ഇപ്പോൾ റെക്കോർഡൊക്കെ കഴിഞ്ഞു, വേറെ 600 മില്യൺ ഒക്കെ ഉണ്ട്. പക്ഷെ ആ ടൈം അങ്ങനെ ആരും അറിയില്ല, ഉണ്ടായിരുന്നു. അതിപ്പോഴും ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും അക്കൗണ്ടിൽ ആ ഒരു വ്യൂസ് ഇപ്പോഴും ഉണ്ട്. പിന്നെ വാട്സപ്പ് ചാനലിൽ ഫാസ്റ്റസ്റ്റ് 1 മില്യൺ എനിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1 മന്ത് കൊണ്ട് അങ്ങനെ 1 മില്യൺ അടിച്ചത്. ആ ടൈം ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, ബാക്കിയെല്ലാം അതായത് സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, ആക്ടേഴ്സൊക്കെ, അവർക്കാർക്കും 200K ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് 1 മില്യൺ ഒരു ഫീലായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടു. പിന്നെ 2-3 മാസം കൊണ്ട് തന്നെ 3 മില്യൺ ആയി. അതായത് ഫസ്റ്റ് ടെക് ചാനൽ വാട്സപ്പ് ചാനൽ ഇന്ത്യയിലെ. അത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ? വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഓക്കെ. ഇപ്പോൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്താണ്? അപ്പോൾ അവർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും. ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ വേണം, അല്ലെങ്കിൽ മൈക്ക് വേണം, ബാക്കി എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ എങ്ങനെ ഒരു ചാനൽ തുടങ്ങാനായിട്ട് മിനിമം എങ്ങനെ നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ എന്താണ് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് വെച്ചാൽ നമ്മളിപ്പോൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും റീച്ച് കിട്ടും. നല്ല ക്വാളിറ്റിയിൽ വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ ഷുവറായിട്ട് റീച്ച് കിട്ടും. എനിക്ക് തമിഴ് അറിയില്ല, പക്ഷെ ഞാൻ തമിഴിലൊരു ചാനൽ തുടങ്ങി. അതായത് നമുക്ക് സിനിമ കാണുമ്പോൾ അറിയുന്ന തമിഴുണ്ടല്ലോ, ആ ഒരു തമിഴ് മാത്രം വെച്ചിട്ട് ഞാൻ ഒരു ചാനൽ തുടങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒരാഗ്രഹം കൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടു, കുഴപ്പമില്ല, റീച്ച് കിട്ടി. 2ാമത്തെ വീഡിയോ ഇട്ടു. ഇപ്പോൾ 2 വീഡിയോസ് ഇട്ടുള്ളൂ. ഒരു 1 വീക്ക് കൊണ്ട് തന്നെ 5000 ഫോളോവേഴ്സ് അതിലായി. അപ്പോൾ നമ്മൾ വേണമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. പിന്നെ നല്ലൊരു ക്വാളിറ്റി ഫോണില്ല, അതില്ല വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൈക്കും കുഴപ്പമില്ല, ഇപ്പം ഫോണിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യമില്ല.
നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് റീച്ച് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ബ്രാൻഡ് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. നമുക്ക് മൈക്കും ബാക്കിയുള്ള ലൈറ്റിംഗ് എല്ലാം അവർ തന്നെ തരും. സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ ഒരു ഇതുള്ളൂ. അതെല്ലാം അങ്ങനെ തന്നെയാണ്. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ സക്സസ് ആവുള്ളൂ. കൺസിസ്റ്റൻസി ഇതിനകത്ത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അങ്ങനെ ഇതാവില്ല, നമ്മളെ വീഡിയോസ് ഒന്നും റീച്ച് ആവില്ല. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഒരു 2-3 മാസമായിട്ട് ഞാൻ വീഡിയോസ് ഇടാറില്ല. അതിപ്പോൾ ഞാൻ ഇപ്പം ഇന്നൊരു വീഡിയോ ഇട്ടാലും അത് റീച്ച് ആവില്ല, പഴയ റീച്ച് എനിക്ക് കിട്ടില്ല. കിട്ടും, ഇനി ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ തുടങ്ങണം. അത് ഫസ്റ്റ് എങ്ങനെയാണോ കൊണ്ടുവന്നത് അതുപോലെ ചാനൽ കൊണ്ടുപോകണമെങ്കിൽ ഇനി റീച്ചിലേക്ക് പോകും. നമ്മുടെ ടെക് ചാനൽ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഗാഡ്ജറ്റ്സ് ആണ് കൂടുതൽ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഗാഡ്ജറ്റ്സ് എല്ലാം നമ്മൾ പേ ചെയ്ത് വാങ്ങിക്കുകയാണോ ചെയ്യുന്നത്, അതോ കൊളാബറേഷൻ വഴി കമ്പനീസ് അപ്രോച്ച് ചെയ്യുകയാണോ ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുവരെ കാശ് കൊടുത്തിട്ട് ഗഡ്സ് വാങ്ങി റിവ്യൂ ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ ചില സാധനം നമുക്ക് ഇഷ്ടപ്പെടും, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് ഇട്ടൊന്ന് മെയിൽ അയച്ചു കൊടുക്കും. അത്രയ്ക്ക് ഇമ്പ്രസ് ആയ സാധനമാണെങ്കിൽ ചിലപ്പം അവർ നമുക്കത് അയച്ചു തരും. അതല്ലാതെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് പ്രൊഡക്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മളത് എടുക്കും. ചിലത് പേയ്മെൻറ്റ് ഉണ്ടാവും, ചിലപ്പം പ്രൊഡക്റ്റ് മാത്രമായിരിക്കും. അപ്പോൾ നല്ല സാധനമാണെങ്കിൽ നമ്മൾ എടുത്തിട്ട് വീഡിയോസ് ചെയ്യല്. അതേപോലെ തന്നെ നമ്മൾ ഒന്ന് ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കമ്പനി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരും തിരിഞ്ഞു നോക്കില്ല. ചേട്ടാ, ഞാനൊരു ചലഞ്ച് തരാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 16 Pro Max ആണ്. നമ്മുടെ iPhone 17 Pro Max റിലീസ് ആകാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പീസാണ് എൻ്റെ കയ്യിൽ ഇരിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഞാൻ കയ്യിലോട്ട് തരുവാണ്. എങ്ങനെ ഇത് ചാത്തൻ്റേതായ രീതിയിലൊന്ന് റിവ്യൂ ചെയ്യും? ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ iPhone 17 Pro Max ആണ് എൻ്റെ കയ്യിലുള്ളത്. ഫുള്ളി അലൂമിനിയം ബോഡിയാണ് ഇതിൽ വരുന്നത്. അതുപോലെ 25 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അടിപൊളിയല്ലേ? ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് A90 Pro ബയോണിക് ചിപ്പാണ് ഇതിൽ വരുന്നത്. ഡുവൽ വീഡിയോ റെക്കോർഡിംഗ്, 8K വീഡിയോ റെക്കോർഡിംഗ്, അതുപോലെ വേപ്പർ ചാമ്പർ കൂളിങ്ങും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ഈ ലോഗോ ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ചേട്ടാ, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ക്യൂരിയോസിറ്റിയാണ്, ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറുടെ റെമ്യൂണറേഷൻ എത്രയാണ്, അവരുടെ ബാങ്ക് ബാലൻസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ അത് റിവീൽ ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ബാങ്ക് ബാലൻസ് കാണിക്കാൻ പറ്റുമോ? ബാങ്ക് ബാലൻസ് ഞാൻ ബ്രോക്ക് കാണിച്ചു തരാം. അത് നമുക്ക് ചില മാസം പ്രൊമോഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ടൈം നമുക്ക് വലിയ ഏണിങ്സ് ഉണ്ടാവില്ല. ഓക്കെ, എന്നാലും ഒരു ആവറേജ് നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റുമോ? ആവറേജ് നമുക്ക് ഓരോ വീഡിയോ അല്ല നമ്മൾ റേറ്റ് വന്നത്. ചില മന്ത് ഒന്നും കിട്ടില്ലെങ്കിൽ 0 ആണല്ലോ. അതെ, ജസ്റ്റ് എൻ്റെ ബാലൻസ് ഒരുപാട് പൂജ്യമുണ്ടല്ലോ. ഒരുപാട് പൂജ്യമുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ പറയണോണ്ട് പുറത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ മീഡിയയുടെ മുമ്പിൽ പറയുന്നുണ്ട് ഇങ്ങനെ ടാക്സിൻ്റെ കുഴപ്പമില്ല. ഞാൻ ഓൾറെഡി ടാക്സ് അടക്കുന്നതാണ്. 2 വർഷം ടാക്സ് അടക്കുന്നുണ്ട്. പിന്നെ കമ്പനി രജിസ്റ്റർ ചെയ്ത് GST കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊരു പ്രോപ്പർ കമ്പനിയായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കമ്പനി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് ടാക്സും ഇതെല്ലാം അടച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ബ്ലാക്ക് മണി അല്ല, ഫുൾ വൈറ്റ്. ഓക്കെ. ചേട്ടാ, ഇപ്പോൾ AI കടന്നുവരവ് ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ AI വെച്ചിട്ടുള്ള വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ AI വരവ് അല്ലെങ്കിൽ ആ ഒരു ഇത് എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആണ് ആ സംഭവം. അതായത് ഗൂഗിളിൻ്റെ VO3 ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ. അതെ, ചില ന്യൂസ് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് ഒറിജിനൽ ആണോ. അതെ, പക്ഷെ ലാസ്റ്റോടെ ആ ഒരു കോമഡിയെ തോന്നുമ്പോൾ ഇതപ്പോൾ അങ്ങനെയല്ല, AI ആണ്. അത്ര റിയലിസ്റ്റിക് ആണ് അതെല്ലാം. ചില വീഡിയോസ് ആണെങ്കിൽ നമുക്ക് എന്നാൽ കൺഫ്യൂഷൻ ആവും. ഒറിജിനൽ വീഡിയോ ആണെങ്കിൽ പോലും നമുക്ക് തോന്നും ഇത് ഒറിജിനൽ ആണോ. ആ ഒരു കൺഫ്യൂഷൻ വരെ നമുക്ക് വന്നു. അതെ. അപ്പോൾ എന്തായാലും ഭാവിയിലേക്ക് അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും, മോശമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ AI വന്നാൽ നമ്മുടെ പണിയൊന്നും പോവില്ല. കാരണം ഇപ്പം നമുക്ക് AI വെച്ച് തുടങ്ങാമല്ലോ. ചാത്തൻ.ai. ഓക്കെ, അതങ്ങ് തുടങ്ങുന്നു. പിന്നെ റിവ്യൂ ഒക്കെ ചാത്തൻ AI ചെയ്തോളൂ. ചേട്ടാ, നിലവിൽ ഇപ്പോൾ എത്ര ചാനൽസ് ചേട്ടൻ റൺ ചെയ്യുന്നുണ്ട്? എനിക്കിപ്പം ടോട്ടൽ പറയാൻ 4 ചാനൽസ് ഉണ്ട്. അത് യൂട്യൂബ് ചാനലുണ്ട്, വാട്സപ്പ് ചാനലുണ്ട്, പിന്നെ ഇൻസ്റ്റയിൽ 2 ചാനലുണ്ട്. ഒരു സൈബർ ചാത്തൻ തമിഴ്, പിന്നെ നോർമൽ സൈബർ ചാത്തൻ. അതിലിപ്പോൾ 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് ഫോളോ ചെയ്ത ആൾക്കാർ ഫോളോ ചെയ്ത് വെച്ചോ. അടിപൊളി കണ്ടന്റുമായിട്ട് ചാത്തൻ വരും. അപ്പോൾ ഇത്ര നേരം നമ്മളുമായിട്ട് വിലപ്പെട്ട സമയം ചിലവഴിച്ച ചാത്തന് നമ്മളുടെ പേരിലും ട്രൈസ്പാർക്കിൻ്റെ പേരിലും നന്ദി പറയുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് മില്യൺ കണക്കിന് വ്യൂസും വീഡിയോസുമായിട്ട് ചാത്തൻ മുന്നോട്ട് പോട്ടെ. നമുക്ക്